സപ്തതിയിലേക്ക് ജീവിതം പ്രവേശിക്കുമ്പോൾ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വിധി കാരാഗൃഹമാണോ? ഇമ്രാന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ കൂടി അന്ത്യമാകുമോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇമ്രാൻ ശിക്ഷിക്കപ്പെട്ടത് 3 കേസുകളിലായി 31 വർഷത്തെ തടവ്. ഇസ്ലാമിക നിയമങ്ങൾ ലംഘിച്ച് വിവാഹം നടത്തിയ കേസിൽ 7 വർഷമാണ് ഏറ്റവും ഒടുവിൽ ഇമ്രാന് ശിക്ഷ വിധിച്ചത്. ഫെബ്രുവരി 8-ന് പാകിസ്ഥാനിൽ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഇമ്രാന്റെ നാമനിർദ്ദേശ പത്രികയും തള്ളിയിരുന്നു. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും തെഹ്രിക് ഇൻ ഇൻസാഫ് പാർട്ടി നേതാവുമായ ഇമ്രാൻഖാനെതിരെയുള്ള നിയമക്കുരുക്ക് മുറുകുന്നു. തുടർച്ചയായ 2 ദിവസത്തിനുള്ളിൽ ഇമ്രാൻഖാന് ലഭിച്ചത് 24 വർഷത്തെ തടവ് ശിക്ഷ. ഇമ്രാനോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ബുഷറ ബീവിക്കും 14 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചു. പൊതു തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി 8-ന് നടക്കാനിരിക്കെ ഇമ്രാനും അദ്ദേഹത്തിന്റെ പാർട്ടി തെഹ്രിക് ഇൻസാഫ് പാർട്ടിക്കും കനത്ത ആഘാതമാണ് കോടതി വിധികൾ. പ്രധാനമന്ത്രിയായിരിക്കെ വിദേശത്തുനിന്ന് ഉൾപ്പെടെ ലഭിച്ച ഉപഹാരങ്ങൾ കോടികളുടെ ലാഭത്തിന് മറിച്ചു വിറ്റെന്ന തോഷാഖാന അഴിമതി കേസിലാണ് ഇമ്രാനും ഭാര്യ ബുഷറ ബീവിക്കും പ്രത്യേക കോടതി കഠിന തടവ് വിധിച്ചത്. ഇരുവർക്കും വരുന്ന 10 വർഷത്തേക്ക് ഔദ്യോഗിക പദവികൾ വഹിക്കാനാകില്ലെന്നും കോടതി വിധിച്ചു. 150 കോടി പാകിസ്ഥാനി രൂപ പിഴയും ചുമത്തി. വിധിക്ക് പിന്നാലെ ബുഷറ അഡിയാല ജയിലിലെത്തി കീഴടങ്ങി. കഴിഞ്ഞ 3 വർഷമായി ഇമ്രാൻ ഈ ജയിലിലാണ്. തോഷാഖാന കേസിൽ ഇസ്ലാമാബാദ് വിചാരണ കോടതിയാണ് ഓഗസ്റ്റ് 5-ന് ഇമ്രാന് 3 വർഷം തടവ് വിധിച്ചത്. അന്ന് 5 വർഷം തിരഞ്ഞെടുപ്പിൽ മത്സരവിലക്കും ചുമത്തി. ഓഗസ്റ്റ് 29-ന് ഇസ്ലാമാബാദ് ഹൈക്കോടതി തടവ് റദ്ദാക്കിയെങ്കിലും മറ്റ് അഴിമതി കേസുകൾ കാരണം ഇമ്രാൻ അഡിയാല ജയിലിൽ തന്നെ തുടരുകയായിരുന്നു. ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും വിദേശത്തു നിന്ന് കിട്ടുന്ന നയതന്ത്ര സമ്മാനങ്ങൾ സർക്കാരിന് നൽകണമെന്നാണ് പാകിസ്ഥാനിലെ നിയമം. അതിനായി അവിടെ പ്രത്യേകമൊരു ട്രഷറിയുമുണ്ട്. തോഷാഖാന എന്നാണ് അത് അറിയപ്പെടുന്നത്. വൻതുക വിലയുള്ള 108 ഉപഹാരങ്ങൾ തോഷാഖാനയിൽ ഏൽപ്പിക്കുകയോ അറിയിക്കുകയോ ചെയ്തില്ലെന്നാണ് ഇമ്രാനെതിരെ ചുമത്തിയ കേസ്. ഇമ്രാൻ നിരവധി ആഡംബര വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കോടികളുടെ ലാഭത്തിന് മറിച്ചുവിറ്റെന്നും നികുതി വെട്ടിച്ചെന്നും ആരോപണം ഉയർന്നിരുന്നു. അതിനിടെ ഇമ്രാന്റെ ഇസ്ലാമാബാദിലെ വസതിയായ ബനിഗാലിയെ അധികൃതർ സബ് ജയിലാക്കി മാറ്റിയെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബുഷറ ബീവിയെ ഇവിടേക്ക് മാറ്റിയെന്നും റിപ്പോർട്ടുണ്ട്. പ്രത്യേക അറിയിപ്പ് ഉണ്ടാകും വരെ ബനിഗാല സബ് ജയിലായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇസ്ലാമാബാദ് ചീഫ് കമ്മീഷണർ പുറത്തിറക്കി. ജയിൽ ഉദ്യോഗസ്ഥരുടെയും ഇസ്ലാമാബാദ് പോലീസിന്റെയും കനത്ത സുരക്ഷാ വലയത്തിനുള്ളിലാണ് ഇപ്പോൾ ഇമ്രാന്റെ വീട്. അധികാരത്തിലിരിക്കുന്ന കാലത്ത് ഔദ്യോഗിക രഹസ്യരേഖാ നിയമം ലംഘിച്ച നയതന്ത്ര കേബിൾ പരസ്യപ്പെടുത്തതിന്റെ പേരിൽ ഇമ്രാൻഖാനും മുൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിക്കും 10 വർഷം തടവിന് ശിക്ഷ വിധിച്ചതിന്റെ പിറ്റേന്നാണ് തോഷാഖാന കേസിൽ ഉത്തരവുണ്ടാകുന്നത്. ഔദ്യോഗിക രഹസ്യരേഖാ നിയമപ്രകാരം റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ സ്ഥാപിച്ച പ്രത്യേക കോടതിയാണ് സൈഫർ രഹസ്യരേഖാ കേസിൽ വിധി പറഞ്ഞത്. ജഡ്ജി അബുൽ ഹസ്നത്ത് സുൽഖർനൈന്റേതാണ് വിധി പ്രഖ്യാപനം. 2022 മാർച്ച് 27-ന് നടന്ന പാർട്ടി റാലിയിൽ US എംബസി അയച്ച രഹസ്യ നയതന്ത്ര കേബിൾ ഇമ്രാൻ വെളിപ്പെടുത്തിയെന്നാണ് കേസിലെ ആരോപണം. തന്റെ സർക്കാരിനെ താഴെയിറക്കാൻ അമേരിക്കയും പാക് സൈനിക നേതൃത്വവും അന്താരാഷ്ട്ര ഗൂഢാലോചന നടത്തിയെന്ന് ഇമ്രാൻ പാർട്ടി റാലിയിൽ ആരോപിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് ഇമ്രാനും ഖുറേഷിക്കുമെതിരെ ഫെഡറൽ അന്വേഷണ ഏജൻസി കേസ് ഫയൽ ചെയ്തത്. 2023 ഒക്ടോബറിൽ കേസിൽ ഇരുവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് ഇമ്രാനെ നീക്കുമെന്നുള്ള അമേരിക്കയുടെ ഭീഷണി രേഖയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ തെഹ്രിക് ഇ ഇൻസാഫ് നേരത്തെ തന്നെ വാദിച്ചിരുന്നു. 10,000 കോടിയുടെ അഴിമതി ഇടപാട് നടത്തിയ മറ്റു രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും നേരിട്ടിട്ടില്ലാത്ത നിയമവ്യവഹാരമാണ് ഇമ്രാനെതിരെ നടന്നത്. ഒരു കാരണവശാലും ഇമ്രാനെ വെറുതെ വിടരുതെന്ന് ആരോ ഉറപ്പിച്ചതുപോലെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള നീക്കങ്ങൾ. ജയിൽ ശിക്ഷയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അയോഗ്യതയും ഉറപ്പാക്കുകയായിരുന്നു കോടതി പോലും. തിരഞ്ഞെടുപ്പിൽ ഇമ്രാൻ നാമനിർദ്ദേശം സമർപ്പിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തള്ളിയിരുന്നു. മാത്രവുമല്ല PTA അവരുടെ ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി. 2022 ഏപ്രിലിലാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ ഇമ്രാനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയത്. പാക് രാഷ്ട്രീയത്തിൽ നിന്ന് ഇമ്രാനെ എന്നേക്കുമായി ഇല്ലാതെയാക്കാനുള്ള ശ്രമമാണ് അണിയറയിൽ നടക്കുന്നതെന്നാണ് PTA യുടെ ആരോപണം.
നിരവധി കേസുകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ ചുമത്തപ്പെട്ടത്. 2018 പ്രധാനമന്ത്രിയായിരിക്കെ മൂന്നാം ഭാര്യയുടെ പേരിലുള്ള അൽ ഖാദിർ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി കൈക്കൂലിയായി 200 കോടിയിലേറെ രൂപ വിലയുള്ള ഭൂമി കൈപ്പറ്റിയെന്നാണ് ഒരു കേസ്. കഴിഞ്ഞ മെയിൽ അറസ്റ്റിലാകുമ്പോൾ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട അക്രമങ്ങളുടെ പേരിൽ വേറെയും ഗുരുതര കേസുകളുണ്ട്. മൊത്തം 100-ലേറെ വരും കേസുകൾ. തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഹത്യ ആണെന്നാണ് ഇമ്രാന്റെ ആരോപണം. 1996 മുതൽ രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും ഇമ്രാൻ തരംഗം ദൃശ്യമായത് 2011 ലാഹോർ റാലിയോടെ ആയിരുന്നു. പിന്നീട് അതൊരു ജനകീയ പ്രസ്ഥാനമായി വളരുകയും ചെയ്തു. ആ തരംഗമാണ് ഇപ്പോൾ പ്രതിയോഗികളുടെ ഗൂഢാലോചനയിൽ അസ്തമിക്കുന്നത്. 241 ദശലക്ഷം ജനങ്ങളുള്ള പാകിസ്ഥാൻ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്. ഒരു പ്രധാനമന്ത്രി പോലും കാലാവധി പൂർത്തിയാക്കാത്ത രാജ്യമെന്ന പേരുദോഷത്തിന്റെ ചുവട് പിടിച്ചാണ് ഈ വർഷത്തെയും തിരഞ്ഞെടുപ്പ്. വിവാദങ്ങളില്ലാതെ ഒരു തിരഞ്ഞെടുപ്പ് പോലും കടന്നുപോയിട്ടില്ല എന്ന മോശം ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ് ഇത്തവണയും രാജ്യം. പ്രവാസ ജീവിതത്തിന് ശേഷം സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവിലാണ് മുൻ പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫ്. സ്ഥിരതയാർന്ന ഒരു സർക്കാരാണ് നിലവിൽ പാകിസ്ഥാന് ആവശ്യം. ഇറാനുമായുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, രാജ്യത്തിന് തന്നെ നിർണായകമായ സാമ്പത്തിക സഹായങ്ങളും നിക്ഷേപങ്ങളും സുരക്ഷിതമായി മുന്നോട്ടു പോകുന്നതിനും കൃത്യമായൊരു സർക്കാർ നിലനിൽക്കേണ്ടതുണ്ടെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി പദത്തിലേക്ക് ലക്ഷ്യവെക്കുന്നവരിലെ പ്രധാനികളാണ് നവാസ് ഷെരീഫും ബിലാവൽ ഭൂട്ടോ സർദാരിയും.